വണക്കം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു നാൾ മുമ്പ് നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് ആ മേഖലയിൽ അങ്ങോട്ട് അവതരിച്ചു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഞെട്ടി, പ്രത്യേകിച്ച് അമേരിക്ക. അതിനുശേഷം മോദി നേരെ പോയത് പോളണ്ടിലേക്കാണ്. എന്തിനാണ് മോദി റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് ഇപ്പോൾ അവതരിച്ചതും പോളണ്ടിലേക്ക് പോയതും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴായി ചോദിച്ചു. അപ്പോഴേക്കും പല മാധ്യമങ്ങളും പറഞ്ഞത് നരേന്ദ്രമോദിക്ക് നൊബേൽ സമ്മാനം കിട്ടാനുള്ള, അതായത് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് നോബൽ സമ്മാനം ഉറപ്പാണ്. അങ്ങനെ നോബൽ സമ്മാനം നരേന്ദ്രമോദിക്ക് കിട്ടാനുള്ള പണിയാണ് മോദി ചെയ്യുന്നതെന്നും നരേന്ദ്രമോദി വിശ്വഗുരുവായി ഉയരാൻ പോവുകയാണെന്നും ഇന്ത്യ അത്തരത്തിൽ ഉയർത്താൻ പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ചില ആൾക്കാർ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തി. പക്ഷേ എന്താണ് അവിടെ നടന്ന യഥാർത്ഥത്തിലുള്ള ഡീല് എന്ന് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഇത് ചുമ്മാ മസാല പടത്തിന് തമ്പിടുന്നത് പോലെയല്ല, ശരിക്കും ഞെട്ടും. ഇത് എൻ്റെ ഗ്യാരണ്ടി. എന്തായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു എന്നാണല്ലോ നറേറ്റീവ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് ചെന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. അതായത് നമ്മൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് എന്ന് എത്ര പേർക്കറിയാം? റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഈ റഷ്യയും യുക്രൈനും നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? റഷ്യയാണ് ഇന്ത്യക്ക് കപ്പൽ നിർമ്മിച്ച് നൽകുന്നത്. കപ്പൽ എന്ന് പറഞ്ഞാൽ ഏത് കപ്പലാണ്? ഫൈറ്റർ കപ്പലുകൾ, അതായത് നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റർ കപ്പലുകൾ നിർമ്മിച്ച് നൽകുന്നത്. നമ്മൾ എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ഡെവലപ്പിംഗ് നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഈ കപ്പലുണ്ടല്ലോ, അതായത് നാവികസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പ്രാപ്തി ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ റഷ്യയാണ് നമുക്ക് കപ്പൽ നിർമ്മിച്ച് നൽകുന്നത്. ഈ റഷ്യ നിർമ്മിച്ച് നൽകുന്ന കപ്പലിൻ്റെ ഗ്യാസ് ടർബൈൻസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? ഈ റഷ്യ നിർമ്മിച്ച് നൽകുന്ന കപ്പലിൻ്റെ ഗ്യാസ് ടർബൈൻസ് വരുന്നത് യുക്രൈനിൽ നിന്നാണ്. യുക്രൈനിൽ നിന്ന് റഷ്യ നിർമ്മിച്ച് നൽകുന്ന കപ്പലിൻ്റെ ഗ്യാസ് ടർബൈൻസ് വരുമ്പോൾ ഇന്ത്യക്ക് റഷ്യയും യുക്രൈനും രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. 2021 ഇങ്ങനൊരു ഡീല് നടന്നിട്ടുണ്ട്. അതിനുശേഷം 2023 ഗ്യാസ് ടർബൈൻ യുക്രൈനിൽ നിന്നും റഷ്യൻ ഷിപ്പ്യാർഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ നേവിയുമായിട്ട് സഹകരിച്ച് കപ്പലിൽ ഘടിപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു. അതിൻ്റെ ഇടയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്നും നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇങ്ങനൊരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നു. നരേന്ദ്രമോദി അവിടെ പറന്നിറങ്ങുന്നു. ഇനി റഷ്യ യുക്രൈൻ കൊടുക്കുന്ന ആ ഗ്യാസ് ടർബൈൻസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ആ ഗ്യാസ് ടർബൈൻസ് M90FR ഗ്യാസ് ടർബൈൻസ് ഒന്ന്, രണ്ടാമത്തേത് N71 മെയിൻ ഗ്യാസ് ടർബൈൻസ്. ഇത് രണ്ടും കൂടെ റഷ്യ യുക്രൈൻ ഇന്ത്യ നമ്മൾ മൂന്ന് പേരും കൂടെ ജോയിന്റ് പ്രൊഡക്ഷനാണ് ഈ കപ്പലിൻ്റെ എന്ന് പറയുന്നത്. റഷ്യൻ ഷിപ്പ്യാർഡിലെ ഒരു സംഘം ആൾക്കാർ ഇന്ത്യൻ നേവിയുമായിട്ട് സഹകരിച്ച് ഇവിടെ വന്ന് നമുക്ക് അത് പണിഞ്ഞ് നൽകും. കുറച്ചുകൂടെ ലോ ലെവലിൽ ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലുള്ള കപ്പലിൻ്റെ എൻജിൻ വരുന്നത് യുക്രൈനിൽ നിന്നാണ്. അപ്പം മനസ്സിലായോ? അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നരേന്ദ്രമോദി റഷ്യയിലേക്ക് ചെന്ന് നരേന്ദ്രമോദി യുക്രൈനിലേക്കും ചെന്നു. യുക്രൈനിലേക്കും റഷ്യയിലേക്കും ചെന്നിട്ട് നരേന്ദ്രമോദി നേരെ അജിത് ഡോവലിനെയും കൊണ്ടുപോയത് പോളണ്ടിലേക്കാണ്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ വാറാണ്. എന്തിനാണ് നരേന്ദ്രമോദി പോളണ്ടിലേക്ക് പോയത്? യുക്രൈനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ റഷ്യ അടുത്ത് ആക്രമിക്കാൻ പോകുന്നത് പോളണ്ടിനെയാണ്. അതെന്തുകൊണ്ടാണ് പോളണ്ടിനെ റഷ്യ ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. കാരണം പോളണ്ടാണ് യൂറോപ്പിൻ്റെ ഗേറ്റ് വേ. അതായത് യൂറോപ്പിൽ നിന്നും നാറ്റോ സൈന്യത്തിന് പോളണ്ട് ഗേറ്റ് തുറന്നു കൊടുത്താൽ മാത്രമേ യുക്രൈനിൽ എത്താൻ പറ്റൂ, റഷ്യൻ അതിർത്തിയിൽ എത്താൻ പറ്റൂ, റഷ്യയുമായിട്ട് ഒരു യുദ്ധകാഹളം മുഴക്കാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഓടി പോളണ്ടിലേക്ക് പോയത്. ഇതിന് മോദിക്ക് ഒരു അവാർഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാടെ മോദിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ നരേന്ദ്രമോദി ഓടി പോളണ്ടിൽ പോയി നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? നിങ്ങൾ നാറ്റോ സഖ്യത്തിന്, അതായത് നാറ്റോ സൈന്യത്തിന് ഗേറ്റ് വേ തുറന്നു കൊടുക്കരുത്. ലോകസമാധാനത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ നിൽക്കുന്നത്? നിങ്ങൾ അവർക്കത് തുറന്നു കൊടുക്കരുത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അജിത് ഡോവൽ അത് കൃത്യമായിട്ട് അവിടെ ധരിപ്പിച്ചു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അന്താരാഷ്ട്ര വിദഗ്ധരുമൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ അവരെയൊക്കെ കുറച്ച് ഫോളോ ചെയ്യണം കേട്ടോ. അങ്ങനെ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ അന്താരാഷ്ട്ര വിദഗ്ധരും ഇവരൊക്കെ പറയുന്നത് റഷ്യ
അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എത്രത്തോളമാണെന്ന് ഇപ്പോഴും അമേരിക്കയ്ക്കും ലോകരാജ്യങ്ങൾക്കും വലിയ പിടിയൊന്നുമില്ല. ഇന്ത്യക്ക് പോലും S-400 പോലുള്ള വലിയ വലിയ കപ്പാസിറ്റിയുള്ള, അതായത് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള അയൺ ഡോമിനെക്കാട്ടിലും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ ചൈന അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലും വിന്യസിക്കാനായിട്ട് റഷ്യ നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി കണ്ടു തന്നെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് വേറെ പല ആൾക്കാരും റഷ്യയെ സമീപിക്കുന്നുണ്ട്. റഷ്യ കൊടുത്തോ കൊടുത്തില്ലേ എന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ പോളണ്ടിൽ ചെന്ന് പറഞ്ഞത് റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എത്രത്തോളമുണ്ട്, ആയുധ ശേഖരങ്ങൾ എത്രത്തോളമുണ്ട്. അവർ സോവിയറ്റ് യൂണിയനാണ്, സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, അതിനുശേഷം റഷ്യയാണ്. അവരുടെ കയ്യിൽ എന്തോരം ആയുധങ്ങളുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ പല ആൾക്കാരും, അതായത് യൂറോപ്പ് അടക്കവും അമേരിക്ക അടക്കമുള്ള പല ആൾക്കാർ, അമേരിക്ക എങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം അമേരിക്ക റഷ്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. അമേരിക്ക അടക്കം യൂറോപ്പ് അടക്കം ധരിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഇവർ പറയുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കയ്യിലുള്ള ആയുധശേഖരം മുഴുവൻ തീർന്നു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം വന്നപ്പോൾ റഷ്യയുടെ നടുവൊടിഞ്ഞു. റഷ്യക്ക് ഇനി കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, കാരണം യുക്രൈൻ മുഴുവൻ റഷ്യ ലാൻഡ് ലോക്കാക്കി കഴിഞ്ഞു. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മാപ്പ് കാണിക്കാം. ഈ മാപ്പിൽ ലൈറ്റായിട്ട് ചോപ്പിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അതെല്ലാം യുക്രൈനിൽ റഷ്യ കടന്നു കയറിയ പ്രദേശങ്ങളാണ്. റഷ്യ യുക്രൈനിൽ എന്തിനാണ് കടന്നു കയറുന്നത്? പ്രധാനമായിട്ടും യുക്രൈൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് കടലാണ്. ആ കടലിൻ്റെ ഭാഗത്ത് തുറമുഖങ്ങളുണ്ട്. ആ തുറമുഖം അടങ്ങുന്ന ഭാഗം റഷ്യ കയ്യേറി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഈ തുറമുഖം വഴിയാണ് യുക്രൈന് അമേരിക്ക ആയുധം എത്തിച്ചു കൊടുക്കുന്നത്. ഇനി റഷ്യക്ക് പിടിക്കാൻ ഒഡേസ തുറമുഖം മാത്രമേ ഉള്ളൂ. യുക്രൈൻ്റെ ഇപ്പുറത്ത്, അതായത് ഇന്ത്യയുടെ താഴെ നമ്മുടെ അറബിക്കടലും അപ്പുറത്ത് ബേ ഓഫ് ബംഗാളും എന്നുള്ളത് പോലെ യുക്രൈൻ്റെ താഴെ ബ്ലാക്ക് സീ ആണ്. ആ ബ്ലാക്ക് സീ വഴിയാണ് അമേരിക്ക ഒഡേസ തുറമുഖം വഴി യുക്രൈന് സംഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഇനി ആ ഒഡേസ തുറമുഖം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ യുക്രൈന് റഷ്യയുടെ അനുമതി ഇല്ലാതെ യാതൊരുവിധ കപ്പലുകളും അവിടെ ഇറക്കാൻ സാധിക്കില്ല. അമേരിക്ക തൊടില്ല എന്ന് റഷ്യക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഈ മാപ്പ് നോക്കിയാൽ കണ്ടോ, റഷ്യ ഇത്രയും പ്രദേശങ്ങൾ പിടിച്ചു കഴിഞ്ഞു. ഇനി ഒഡേസ തുറമുഖം മാത്രമേ ഉള്ളൂ. ആ ഒഡേസ തുറമുഖം കൂടെ റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ റഷ്യ യുക്രൈനെ ലാൻഡ് ലോക്കാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ ഇന്ത്യ ഒരു പെനിൻസുലാർ റീജിയനാണ്. ഇങ്ങനെയാണ്, കടലിലോട്ട് ഇറങ്ങിക്കിടക്കുകയാണ്. ആ കടലിലോട്ട് ഇറങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ താഴെ വിഴിഞ്ഞം തുറമുഖമുണ്ട്. അത് കഴിഞ്ഞ് നേരെ മുകളിൽ ഗുജറാത്തിലൊരു തുറമുഖമുണ്ട്, കർണാടകയിൽ ഒരു നേവൽ ബേസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ, 3 ഈ ഷിപ്പ് ലാൻഡ് ചെയ്യാനുള്ള ഇത്രയും തുറമുഖങ്ങളും ഈ നേവൽ ബേസുകളും ഒരു രാജ്യം വന്ന് കയ്യേറി പിടിക്കുകയാണ്. നമുക്ക് ചരക്ക് വരുന്ന ഈ 3 തുറമുഖങ്ങളും അവർ കയ്യേറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചരക്ക് വരുമ്പോൾ ആ ചരക്ക് നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ആ രാജ്യമായിരിക്കും. ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞാണ്. ഇന്ത്യ അങ്ങനെ ഒരു തന്നെ ചൊറിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നാലും ആ ഒഡേസ തുറമുഖം കൂടെ റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ റഷ്യ യുക്രൈനെ ലാൻഡ് ലോക്കാക്കി കഴിഞ്ഞു. നമുക്കറിയാം, കടൽ ഭരിക്കുന്നവനാണ് കര ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അറബിക്കടലും ബേ ഓഫ് ബംഗാളും അടക്കം ഭരിക്കാനായിട്ട് ചൈനയും അമേരിക്കയും കൂടെ കിടന്ന് മത്സരിക്കുന്നത്. പക്ഷേ അറബിക്കടലിലും ബേ ഓഫ് ബംഗാളിലും ഇന്ത്യക്കുള്ളതുപോലുള്ള സ്വാധീനം വേറെ ആർക്കും ഇല്ലയെന്നറിയാം. അതുകൊണ്ടാണ് അമേരിക്ക ബംഗ്ലാദേശിൽ ഒരു പോർട്ട് വേണമെന്ന് പറഞ്ഞതും ചൈന ഹമ്പൻതോട്ട തുറമുഖം ശ്രീലങ്കയിൽ കൊണ്ട് ലാൻഡ് ചെയ്തതും നമ്മൾ ഇന്ത്യ കഴിഞ്ഞ ദിവസം അരിക്കട്ട് കമ്മീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ന്യൂക്ലിയർ വെപ്പൺ വഹിക്കാൻ ശേഷിയുള്ള അരിക്കട്ടാണ്. ഈ ന്യൂക്ലിയർ വെപ്പൺ വഹിക്കാൻ ശേഷിയുള്ളതെന്ന് പറഞ്ഞാലേ അന്തർവാഹിനിയാണ്. മോളിൽ കൂടെ കപ്പൽ പോകുമ്പോൾ അടിച്ചണ്ണാക്കി തരണം അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ കളി വേണ്ട എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കടൽ ഭരിക്കുന്നവനാണ് കര ഭരിക്കുന്നത്. അങ്ങനെ ഒഡേസ തുറമുഖം വഴി റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ, ഒഡേസ തുറമുഖം കൂടെ റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ റഷ്യക്ക് എന്ത് സംഭവിക്കും? റഷ്യ യുക്രൈനെ മുഴുവനായിട്ട് ലാൻഡ് ലോക്കാക്കി കഴിയും. ഈ ലാൻഡ് ലോക്കാക്കി കഴിഞ്ഞാൽ റഷ്യ ഇനി ചെക്ക് വയ്ക്കാൻ പോകുന്നത് പോളണ്ടിനാണ്. പോളണ്ടിൽ റഷ്യ ചെക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോളണ്ടിലാണ് നാറ്റോയുടെ ഗേറ്റ് വേ ഇരിക്കുന്നത്. പോളണ്ടിനെ റഷ്യ ആക്രമിക്കും. റഷ്യ ആക്രമിച്ച് പോളണ്ടിനെയും തരിപ്പണമാക്കും. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്നത് റഷ്യ നടുവൊടിഞ്ഞിരിക്കുകയാണെന്ന്. അങ്ങനെയല്ല. റഷ്യ യുക്രൈൻ ആക്രമണത്തിൽ കരയുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് റഷ്യയുടെ 100-1 ആയുധം പോലും റഷ്യ പുറത്തെടുത്തിട്ടില്ല. എങ്ങനെയാണ്? റഷ്യയുടെ 100-1 ആയുധം പോലും റഷ്യ പുറത്തെടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ റഷ്യ അവരുടെ കയ്യിൽ എത്രയധികം ആണവായുധങ്ങളുണ്ടെന്ന് ആർക്കും അറിയില്ല. ആ ആണവായുധങ്ങൾ റഷ്യ പ്രയോഗിക്കാൻ മടിക്കാത്ത ടീമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റഷ്യ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അണ്ടം കീറുമെന്നും അറിയാം. പിന്നെ നാറ്റോ സൈന്യം, ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്നത് നാറ്റോ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ യൂണിയനാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ സൈന്യം, അതായത് ബ്രിട്ടൻ്റെ, പോളണ്ടിൻ്റെ, മറ്റത് മറിച്ചത്, തുർക്കി, ഇവന്മാരെല്ലാം കൂടെ സൈന്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒരു സൈന്യമായി ആക്രമിക്കാൻ വരുന്നതെന്നാണ്. റഷ്യ താണ്ടെ പുല്ല് പോലെ നേരിടും.
നാറ്റോ സഖ്യത്തിനെ റഷ്യ പുല്ല് പോലെ നേരിടും എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധന്മാർ പറയുന്നത്. നാറ്റോ സഖ്യമൊന്നും റഷ്യക്ക് മുമ്പിൽ ഒന്നുമില്ല, കട്ടയ്ക്ക് അടിച്ചു നിൽക്കാനുള്ള മുഴുവൻ സൈനിക ശേഷി വേണ്ട, ഇപ്പോൾ ആയുധങ്ങളാണ്, സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളും റഷ്യയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദി ഓടി പോളണ്ടിൽ ചെന്നിട്ട് നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? യൂറോപ്പിന്, അതായത് അമേരിക്ക പലതും പറയും, പോളണ്ട് വഴി നാറ്റോയ്ക്ക് ഒരു ഗേറ്റ് വേ നിങ്ങൾ കൊടുക്കരുത്. ഇതാണ് അമേരിക്ക പറഞ്ഞത്. പോളണ്ട് വഴി നാറ്റോയ്ക്ക് ഒരു ഗേറ്റ് വേ നിങ്ങൾ കൊടുത്താൽ, ഇപ്പോൾ യുക്രൈൻ്റെ ഗതി കണ്ടല്ലോ, അമേരിക്ക മാറി നിൽക്കുകയാണ്. ഈ യുക്രൈനെ അമേരിക്ക സഹായിക്കുന്നു എന്നാണ് പല ആൾക്കാരുടെയും വയ്പ്പെന്ന് പറയുന്നത്. യുക്രൈനെ അമേരിക്ക സഹായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വളരുന്നത് അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയാണ്. യുക്രൈനെ അമേരിക്ക സഹായിക്കുമ്പോൾ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രി എങ്ങനെയാണ് വളരുന്നത് എന്ന് പല ആൾക്കാർക്കും ചോദ്യം ഉണ്ടായിരിക്കും. അതായത് ഈ യുക്രൈൻ അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങൾ അമേരിക്കയിലുള്ള മിലിറ്ററി ഇൻഡസ്ട്രി വഴിയാണ് പോകുന്നത്. അതായത് അമേരിക്ക യഥാർത്ഥത്തിൽ നേരിട്ട് യുക്രൈന് പൈസയോ ആയുധങ്ങളോ കൊടുക്കുന്നില്ല. അമേരിക്കയുടെ ഈ മിലിറ്ററി ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിലുള്ള വ്യവസായികൾക്കാണ് അമേരിക്ക 90% കാശും കൊടുക്കുന്നത്. ഇവരാണ് യുക്രൈൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. പകരമായിട്ട് ഇവരെന്ത് ചെയ്യും? ഈ മിലിറ്ററി ഇൻഡസ്ട്രിയിലുള്ള വ്യവസായികൾ എന്ത് ചെയ്യും? യുക്രൈൻ്റെ 60% നമുക്കറിയാം, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്, എണ്ണ വിഭവശേഷി ഒരുപാടുള്ള രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത്. ഈ യുക്രൈൻ്റെ 60% ഓയിൽ റിസോഴ്സും ഇവർ അങ്ങ് എഴുതി വാങ്ങിക്കും. പൈസയൊന്നും ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഓയിൽ റിസോഴ്സ് പകരം നമുക്കിങ്ങ് തന്നാൽ മതി. കൃഷിഭൂമി 60% ഇപ്പോഴും അമേരിക്കയുടെ വ്യവസായികൾ, അതായത് ഈ ആയുധ കച്ചവടം നടത്തുന്ന വ്യവസായികളുടെ കയ്യിലാണ്. അങ്ങനെയാണ് അമേരിക്ക ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്കയുടെ കൈ നനയരുത്. അതായത് ഈ കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ, ഈ സംഭവമാണ്. അപ്പോൾ പോളണ്ടിൽ പോയി നരേന്ദ്രമോദി പറഞ്ഞത്, യുക്രൈൻ്റെ ഗതി കണ്ടല്ലോ, യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നിൽക്കണം. അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തണം എന്ന് താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കളിയാണ്. അമേരിക്കയിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് ജോ ബൈഡനെ നല്ലപോലെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജോ ബൈഡൻ അവരുടെ കളിപ്പാവയാണ്. ഈ ഡീപ്പ് സ്റ്റേറ്റ് ഇപ്പോൾ പാളിപ്പോയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപിനെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ അവർ കൊലപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടത്തി. അങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ ഡീപ്പ് സ്റ്റേറ്റ് കൊലപ്പെടുത്താനൊരു ശ്രമം നടത്തിയപ്പോൾ അത് പാളിപ്പോയപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് തരംഗമാഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കമലാ ഹാരിസിനെ അപ്പുറത്ത് കൊണ്ട് നിർത്തിയെങ്കിലും ട്രംപ് ജയിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത്. അതായത് അങ്ങനെ ഒരു സാഹചര്യം, അതായത് കൊലപ്പെടുത്താനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ പേരിൽ ഒരു സഹതാപ തരംഗം ആഞ്ഞടിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷന് ഒരാഴ്ച മുമ്പാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നതെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി ഇപ്പോൾ നേടിയതിനെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ ആ തരംഗത്തിൽ നേടുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഡൗട്ടില്ലല്ലോ, നേടുമായിരുന്നു. അതുപോലെ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് ട്രംപിനൊരു സഹതാപ തരംഗം ആഞ്ഞടിക്കുന്നുണ്ട്. ട്രംപ് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്, അതായത് നീട്ടിവെക്കേണ്ടതുണ്ട്. ആ ഇലക്ഷൻ നീട്ടിവെക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം റഷ്യയും നാറ്റോയും തമ്മിൽ ഇതാ യുദ്ധം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളെ പേടിപ്പിക്കുക. അങ്ങനെ ലോകരാജ്യങ്ങളെ മുഴുവൻ പേടിപ്പിച്ച് കഴിയുമ്പോൾ ലോകരാജ്യങ്ങളെ മുഴുവൻ വിറയ്ക്കും. ഇന്ത്യ വിറയ്ക്കാനൊന്നും പോകുന്നില്ല. എന്നിട്ട് അമേരിക്കയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുക, ഇപ്പോൾ ഇതാ നാറ്റോയുടെ സഖ്യമാണല്ലോ ഞങ്ങളും, അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റും ലോകമെമ്പാടും. അങ്ങനെ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്ത് അവന്മാരെ അടിക്കാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം, പോളണ്ട് അടി കൊണ്ട് മരിക്കും. അങ്ങനെ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. ട്രംപ് വരരുത് എന്ന് ഡീപ്പ് സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ട്രംപിനെ ഡീപ്പ് സ്റ്റേറ്റിന് വളരെയധികം സ്വാധീനിക്കാൻ കഴിയും, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സമ്മർദ്ദം ട്രംപിൻ്റെ നേരെ ചെലുത്താനായിട്ട് ഡീപ്പ് സ്റ്റേറ്റിന് പറ്റില്ല, അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിന്. കാരണം ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ, ട്രംപിൻ്റെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ഒരാളുണ്ട്, പേര് ഞാൻ മറന്നുപോയി, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ആ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അയാൾക്കൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ അച്ഛനും അമ്മയും RSSുമായിട്ട് റൂട്ടുള്ളവരാണ്, ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ പാർട്ടിക്കകത്ത് RSSന്റെ ചെറിയ രീതിയിലുള്ളൊരു സ്വാധീനമെങ്കിലും ഉണ്ടെന്ന് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് കരുതുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 ആഴ്ച മുമ്പ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് വലിയ രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. ലോകം കിടുങ്ങിപ്പോയി, പക്ഷെ ആരും ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ UK, അതായത് ബ്രിട്ടൻ എന്ന് പറയുന്നത് അണുവായുധം കയ്യിലുള്ള ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നാണ് ആ പ്രസ്താവന. അങ്ങനെ ആരെങ്കിലും പ്രസ്താവന ഇറക്കി കേട്ടിട്ടുണ്ടോ? അമേരിക്കയും ബ്രിട്ടനും രണ്ട് രാജ്യങ്ങളല്ല, രണ്ടും ചക്കരയും പീലയും പോകുന്ന രാജ്യങ്ങളാണ്, ചക്കരയും പീലയും പോലെ പോകുന്ന രാജ്യങ്ങളാണ്. അങ്ങനെ 2 രാജ്യങ്ങളായിരിക്കുമ്പോൾ ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം എന്തായിരിക്കും എന്ന് പല ആൾക്കാരും തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ട്രംപ് വരരുത്,
ട്രംപ് വരാതിരിക്കാൻ ഇത് പോസ്റ്റ്പോൺ ചെയ്യണം. പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് ഇപ്പോൾ നാറ്റോ പോളണ്ട് വഴി റഷ്യയിലെത്തി യുദ്ധം പ്രഖ്യാപിക്കണം. അങ്ങനെയാണെങ്കിൽ റഷ്യ പോളണ്ടിനെ ആക്രമിക്കും. അതുകൊണ്ട് നരേന്ദ്രമോദി ഓടി പോളണ്ടിൽ പോയി. കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നരേന്ദ്രമോദി ഓടി പോളണ്ടിൽ പോയിട്ട് നരേന്ദ്രമോദി അജിത് ഡോവലിനെ കൊണ്ടാണ് പോയത്. കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് നരേന്ദ്രമോദി പോളണ്ടിൽ അജിത് ഡോവൽ വഴി എന്താണ് പറഞ്ഞത്? ഇപ്പം നിങ്ങൾ നാറ്റോയ്ക്ക് ഈ വഴി തുറന്നു കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ വലിയേട്ടനുണ്ടല്ലോ അമേരിക്കയാണല്ലോ ഇവന്മാരുടെയൊക്കെ വലിയേട്ടൻ. കാരണം അമേരിക്ക ഉപരോധിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നായിരിക്കും പോളണ്ട് ആ സമയത്ത് പറഞ്ഞു കാണുക. സ്വാഭാവികമായിട്ടും അമേരിക്ക ഉപരോധിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യുക എന്നായിരിക്കും നരേന്ദ്രമോദി തിരിച്ചു ചോദിച്ചത്. അമേരിക്ക പല രാജ്യങ്ങളെയും ഉപരോധിച്ചിട്ടുണ്ട്. ആ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിത് ഇങ്ങോട്ടൊക്കെ ഇന്ത്യ ട്രേഡ് നടത്തുന്നില്ലേ സുഖമായിട്ട്? റഷ്യ അമേരിക്ക ഉപരോധിച്ചല്ലോ. അപ്പോൾ ആ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മറിച്ചടിക്കുന്നില്ലേ? അതിനൊരു കുഴപ്പമില്ലല്ലോ. പോരാത്തതിന് ഡോളറിലല്ല നമ്മളിപ്പോൾ കച്ചവടം നടത്തുന്നത്. അമേരിക്ക ഉപരോധിച്ചാലും യാതൊരുവിധ പ്രശ്നവുമില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും ഏറ്റവും കൂടുതൽ വളരുന്ന വിപണിയും ഇന്ത്യയുടെ വിപണിയാണ്. കാരണം നമുക്ക് 140 കോടി ജനങ്ങളുണ്ട് എന്നാണ് നരേന്ദ്രമോദി അവിടെ പറഞ്ഞത് അജിത് ഡോവലുമായിട്ട്. 140 കോടി ജനങ്ങളുള്ള നമ്മൾ ചുമ്മാ ചൈനയുടെ ട്രേഡ് റിപ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ചൈന പോലും ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നമ്മളുമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ട്രേഡ് തുറന്നു തരാം, അതായത് ഒന്നും വേണ്ട, ചുമ്മാ വന്ന് കച്ചവടം നടത്തിപ്പോക്കോ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അത് ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം റഷ്യയും നാറ്റോയും കൂടെ ഒരു യുദ്ധം വരാനായിട്ട് പാടില്ല. പോളണ്ടിനെ റഷ്യ ആക്രമിക്കാനായിട്ട് പാടില്ല. ഇതാണ് ഇതിൻ്റെ പിന്നിലെ കളി. മനസ്സിലായല്ലോ? വളരെ ക്ലിയർ ആയല്ലോ. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഈ ഒരു കളി ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്ക ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. റഷ്യ പോളണ്ടിനെ ആക്രമിക്കാതിരിക്കാനാണ് നരേന്ദ്രമോദി പോളണ്ടിലേക്ക് ഓടിച്ചെന്നത്. അപ്പോൾ വലിയ വാർത്തയുണ്ടായിരുന്നു. 45 വർഷത്തിന് ശേഷമോ 56 വർഷത്തിന് ശേഷമോ 30 വർഷത്തിന് ശേഷമോ എപ്പോഴോ ആദ്യമായിട്ട് പോളണ്ട് സന്ദർശിക്കുന്ന ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന്. അതുകൊണ്ടാണ് മോദി ഓടി പോളണ്ടിലോട്ട് പോയത്. പോളണ്ടിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ട്. പോളണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നാണ് നരേന്ദ്രമോദിയുടെ ശുഭസൂചന എന്ന് പറയുന്നത്. ഇത്രയും പരിപാടികൾ ഒപ്പിച്ചു വെച്ചിട്ടാണ് അണ്ണൻ തിരിച്ച് ഇന്ത്യയിലോട്ട് പ്ലെയിൻ കയറി വന്നത്. അപ്പം ഇതിന് നരേന്ദ്രമോദിക്ക് ഒരു നോബൽ സമ്മാനം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഏതിന് നരേന്ദ്രമോദിക്ക് ഒരു നോബൽ സമ്മാനം കൊടുക്കും എന്നുള്ളൊരു ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ്. ഇനി ഇതിൻ്റെ താഴെ കമന്റ് ഇടാൻ വരുന്ന വേട്ടാവളിയന്മാരോട്, ഓ നിന്നോട് നരേന്ദ്രമോദി നേരിട്ട് വന്ന് പറഞ്ഞോടാ എന്ന് ചോദിക്കുന്നവന്മാരോട് വേണമെങ്കിൽ കണ്ടിട്ടേച്ച് പോടാ. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.